മെഡിക്കൽ കോളേജ് ചെന്നിട്ട് ആ ഡോക്ടറെ അടുത്ത് ഇളകിന് കുനിഞ്ഞ് കാല് പിടിക്കാൻ വയ്യാത്തതുകൊണ്ട് കൈ പിടിച്ച് പറഞ്ഞ് അത്രയ്ക്ക് നെഞ്ചുവേദനയാണ്, പറ്റത്തില്ല, എനിക്ക് ഒന്ന് എന്തെങ്കിലും നോക്കണം ഡോക്ടറെന്ന്. അപ്പോൾ ആ ഡോക്ടർ പറയുന്നത് അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്, നിനക്ക് വേദന ഉണ്ടോ വേദന ഇല്ലെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഇവർ അച്ഛനും അമ്മയൊക്കെ തിരക്കാറുണ്ട് ഇവന്? എന്നും തിരക്കും. ഇപ്പോൾ പറഞ്ഞ് നമ്മൾ പറയും അമ്പിളിയമ്മ നക്ഷത്രമായിട്ട് അച്ഛനും അമ്മ ഉണ്ടോയെന്ന് പറഞ്ഞാൽ വൈകുന്നേരം രാത്രി ആകുമ്പോൾ അങ്ങോട്ട് നോക്കിയിരുന്നു. കല്യാണം പോലും കഴിക്കാത്ത എന്താ ഇപ്പം? കല്യാണം കഴിക്കുന്നില്ല? ഇല്ല, എനിക്ക് കൊച്ചുങ്ങൾ മാത്രം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കല്യാണം പോലും കഴിക്കുന്നില്ല? ജീവിതത്തില്ല. എൻ്റെ ഒരു അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. പാപ്പം കഴിച്ചാ? മുട്ടായി കഴിച്ച? കമ്പൂറ്റായ? മാവൻ്റെ പറ കമ്പൂറ്റായി കഴിച്ച? കമ്പൂറ്റായി വേണ്ട. കമ്പൂറ്റായി കഴിച്ചല്ലേ രാജേഷേ? വല്ലാത്തൊരു കാഴ്ച. നല്ല 2 കുട്ടികളെ നോക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ? അവസ്ഥ ഇങ്ങനെ ആയിപ്പോയിട്ടെ. ഇവർക്ക് രാജേഷ് മാത്രമേ ഉള്ളൂ? അവർക്ക് അച്ഛനും അമ്മയായിട്ടല്ലേ? എൻ്റെ അമ്മയും വയ്യാതെ കണ്ണ് ഓപ്പറേഷനൊക്കെ ആയിട്ട് ഓപ്പറേഷനൊക്കെ ചെയ്ത് വയ്യാത്തതാണ് അമ്മ. നമ്മൾ കിടപ്പിലാണ് ഇപ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവർക്ക് രാജേഷ് ഇല്ലെങ്കിൽ ഈ കുട്ടികളുടെ കാര്യം വല്ലാത്തൊരു അവസ്ഥയല്ലേ? അവസ്ഥയാണ്. ഇവരെ നമുക്ക് അറിയാത്തവർക്കേ ഇവർക്ക് അച്ഛനും അമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു, ചുരുക്കി പറഞ്ഞേ. എന്താ ഇവർ അച്ഛനും അമ്മയ്ക്ക് എന്ത് പറ്റി? ഒരച്ഛനും അമ്മയും ഇപ്പോൾ കുറേ ക്രിമിനൽസുകൾ മദ്യപിച്ച് വാഹനം ഓട്ടിച്ച് വാഹനം കൊണ്ടുവന്ന് ഇടിച്ച് കൊന്നുകളാണ്. കൊന്നിട്ട് ഇപ്പം ആ പ്രതികളാരൊന്നും പോലും അറിയത്തില്ല നമുക്ക്. എങ്ങനെ സംഭവിച്ചത്? വണ്ടി ഇടിച്ചോ? വണ്ടി ഇടിച്ച് തിരിച്ച് അച്ഛനും അമ്മയും കൂടെ അവർ അവിടെ കിലോമീറ്റർ പോയിട്ട് വരെയായിരുന്നു. എന്തിനു വേണ്ടിയാ? അവർ അവിടെ ഒരു 2 സെൻറ്റ് പെരടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തൂത്തുവാരി ഇടാനും അതിനായിട്ട് പോയിട്ട് വന്നതാണ്. പുതിയതായിട്ട് മേടിച്ച് അതിൻ്റെ പോക്കോര് പോലും ചെയ്തിട്ടില്ല. മേടിച്ചെന്ന് പറഞ്ഞാൽ ഇത്തിരി അവിടെ അളിയൻ്റെ കുടുംബസ്വത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് മേടിച്ച് തൂത്തുവാരി ഇട്ടിട്ട് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് നടക്കുന്ന ഒരു വീട് വേണം, ഒരു പഴയ ഒരു മണ്ണ് വെച്ച വീട്. അപ്പോൾ അതൊന്ന് തൂത്തുവാരി ഇട്ടിട്ട് വരാമെന്നും പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നായിരുന്നു. ഒരു പയ്യ ഒതുങ്ങി കൊച്ചുങ്ങൾക്ക് ഇതൊക്കെ മേടിച്ച് അവർക്ക് ഇതൊക്കെ കുറച്ച് അവന് കളിപ്പാട്ടം എന്തൊരു കാറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും മേടിച്ച് പിന്നെ ഇത്തിരി ബിരിയാണി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് ചിക്കനൊക്കെ മേടിച്ച് വരുന്നപ്പോൾ എന്താ വണ്ടി അടിച്ച്? ഒരു താറ് ജീപ്പ്. കരയല്ലേ? മദ്യപിച്ചാണോ വണ്ടി ഓടിച്ചത്? മദ്യപിച്ചോ അതാരാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. നമുക്കറിയാത്ത സത്യമായിട്ടും അത് നമുക്ക് അറിയത്തില്ലായിരുന്നു. 15 ദിവസത്തോളം നമുക്കൊരു ഇതും അറിയത്തില്ലായിരുന്നു. നമ്മളെ നിരന്തരമായിട്ട് സ്റ്റേഷനിൽ ചെന്നിട്ടൊന്നും അതാരാണെന്നോ ആ പ്രതി ഒളിവിലാണെന്ന് മാത്രമേ ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളായിരുന്നു. നമ്മളിതാരാണെന്ന് നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് എന്നിട്ട് അളിയനെ മെഡിക്കൽ കോളേജിലാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. മെഡിക്കൽ കോളേജ് ചികിത്സിച്ചുകൊണ്ടിരുന്നിട്ട് അവർ പറഞ്ഞു അളിയെ കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് അളിയനെ അത്രയും വയ്യാതായി പിന്നും കൊണ്ട് 2-3 പ്രാവശ്യം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജ് ചെന്നിട്ട് ആ ഡോക്ടറെ അടുത്ത് അളിയനെ കുനിഞ്ഞ് കാല് പിടിക്കാൻ വയ്യാത്തതുകൊണ്ട് കൈ പിടിച്ച് പറഞ്ഞ് അത്രയ്ക്ക് നെഞ്ചുവേദനയാണ്, പറ്റത്തില്ല, എനിക്ക് ഒന്ന് എന്തെങ്കിലും നോക്കണം ഡോക്ടറെന്ന്. അപ്പോൾ ആ ഡോക്ടർ പറയുന്നത് അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്, നിനക്ക് വേദന ഉണ്ടോ വേദന ഇല്ലെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു പ്രൈവറ്റ് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ ഒരു എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എക്സ്റേ എടുത്തുകൊണ്ട് ചെന്നപ്പോഴത്തേക്ക് വാരിയെല്ലാം പൊട്ടിയേക്കുന്നു, ഭയങ്കര ഡാമേജ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ നമ്മളിവിടെ വന്ന മെഡിക്കൽ കോളേജിലെ തുണ്ടുകളും കയ്യിൽ പൈസ അല്ലായിരുന്നു, അത് എടുക്കാനായിട്ട് ഇവിടെ വന്നപ്പം പുള്ളി കുഴഞ്ഞ് വീഴുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ദിവസങ്ങൾ വ്യത്യാസം മരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ കാര്യം വല്ലാത്തൊരു ചോദ്യചിഹ്നമായി അല്ലേ? ഇതിപ്പോൾ അവരുടെ ആരായിട്ട് വരും ഇയാള്? ഞാനാ അംബികയുടെ മരിച്ചത് അവൻ്റെ കൊച്ചുങ്ങളുടെ അമ്മയുടെ സഹോദരൻ. അതിനുശേഷം ഇതിനു വേണ്ടി ഓടാനും കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പം സാധനം മാത്രമേ ഉള്ളൂ അല്ലേ? ഞാനല്ല വേറെ ആരും ഇല്ല. ആകെപ്പാടെ ഒരു സഹായത്തിന് ഒരു പയ്യൻ എൻ്റെ ചേച്ചിയുടെ മോനുണ്ടായിരുന്നു. അപ്പോൾ അവനെ മെനങ്ങാന്ന് പോലീസുകാരെ കള്ളക്കേസ് കുടുക്കി അകത്തിട്ട് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. അവർ ക്ലമാൻ സ്റ്റേഷൻ പോലീസുകാർ അത്രയും രീതിയിൽ നമ്മളെ ദ്രോഹിക്കുന്നു. ഇവരുടെ അവസ്ഥ ഈ അമ്മ വേണ്ട സമയമാണ്. ഇപ്പൊ എത്ര വയസ്സുണ്ട് ഈ മോൻ? എത്ര വയസ്സുണ്ട്? ഇപ്പൊ 2 വയസ്സാവേ. അവൻ എത്ര വയസ്സുണ്ട്? അവന് 6 വയസ്സ്. ഇവര് അച്ഛനും അമ്മയൊക്കെ തിരക്കാറുണ്ട് ഇവന്? എന്നും തിരക്കും. ഇപ്പൊ പറഞ്ഞ നമ്മള് പറയും അമ്പിളിയമ്മ നക്ഷത്രമായിട്ട് അച്ഛനും അമ്മ ഉണ്ടോന്ന് പറഞ്ഞാൽ വൈകുന്നേരം രാത്രി ആകുമ്പോ അങ്ങോട്ട് നോക്കിയിരുന്നു. അങ്ങനെ പറഞ്ഞ സമാനിപ്പിച്ചേക്കോ അല്ലേ? ആകാശത്തേക്ക് അതിനെന്തരം നമ്മളിനി പറയാമല്ലോ. ഇവനൊക്കെ ഈ കുഞ്ഞിനെ അറിയാം? അറിയാറായില്ല. സാജന്റെ ഒരു പേര് രാകേഷ്. രാകേഷിന്റെ അവസ്ഥ ഭയങ്കരമല്ലേ? ഇതിനുവേണ്ടി എല്ലാം ഓടണ്ടേ അല്ലേ? കുഞ്ഞുങ്ങളെ നോക്കണം, സമാധാനത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ജോലിക്ക് പോകാൻ കയ്യിൽ പൈസ ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയായി. ജോലിക്ക് പോകാൻ പോലും പറ്റുന്നില്ല.
ഇവർക്ക് വേണ്ടി മാത്രമുള്ള ജീവിതമാണ് ഇപ്പോൾ അല്ലേ? ഇനി അവർക്ക് വേണ്ടിയല്ല തന്നെ ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നത്. ഇനി അതിനും ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വല്ല ആത്മഹത്യ എല്ലാം ചെയ്യാനേ പറ്റുള്ളൂ. ആ അവസ്ഥയിലാണ് ഇപ്പം നമ്മളെല്ലാവരും കൂടെ ദ്രോഹിക്കുന്നത്. ആ അവസ്ഥയിലായി. അല്ല കല്യാണം പോലും കഴിക്കാത്ത എന്താ ഇപ്പം? കല്യാണം കഴിക്കുന്നില്ലേ? ഇല്ല, ഈ കൊച്ചുങ്ങൾ മാത്രം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കല്യാണം പോലും കഴിക്കുന്നില്ല? ജീവിതത്തില്ല. അത് തീരുമാനിച്ചോ? അല്ല, അത് സ്വന്തം ജീവിതത്തോട് കാണിക്കുന്ന ഒരു ചതിയല്ലേ? അതിലൊന്നും നമുക്ക് ഇനി എന്തൊരു ജീവിതം? നമ്മളെ കുടുംബം മൊത്തം തകർന്നില്ല, ഇനി എന്തൊരു ജീവിതം? ഈ കൊച്ചുങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് ആക്കിയെടുക്കണം. അതുവരെ ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പഠിപ്പിച്ച് നല്ല രീതിയിൽ ആക്കണമെന്നുണ്ട്. പക്ഷെ അതിനിപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ രാജേഷിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഡ്രൈവിംഗ് ജോലിയാണല്ലേ? ഒന്നും പറ്റുന്നില്ല. ഇവരുടെ ചെലവില്ല. ഇതൊക്കെ ചിലവ് സഹോദരി 2-3 പവൻ സ്വർണ്ണം ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അതിപ്പോൾ പിറ്റൊക്കെയാണ് നമ്മൾ ഇത് ചെയ്തതല്ല. അത് ഇനി അങ്ങോട്ട് മുമ്പോട്ട് ചെയ്യുക. അതെല്ലാം തീർന്നു. ഇപ്പം അമ്മേരെ ഓപ്പറേഷനും കാര്യങ്ങളും എല്ലാം തീർന്നു. ഇനി നമ്മളെ കയ്യിൽ വേറെ നിവൃത്തിയൊന്നുമില്ല. ഈ കുഞ്ഞുങ്ങളെ ഈ പരിപാടിയിലാക്കി അവന്മാർ കൂളായിട്ട് നടക്കുന്നുമുണ്ട്. അവരിപ്പം പാവങ്ങളെന്നാണ് സ്റ്റേഷനിലെ പോലീസുകാർ പറയുന്നത്. ഇവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? ആരും സഹായം ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഒരു ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയും കിട്ടിയിട്ടില്ല. മെനങ്ങാന്ന് എൻ്റെ സഹോദരൻ പയ്യനെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസുകാർ പറഞ്ഞു അതിനെ ഒരിക്കലും തരത്തില്ലെന്നാണ് പറഞ്ഞത്. അവൻ്റെ അടുത്ത് പറഞ്ഞു അത് കിട്ടത്തില്ല, അതുപോലും പേടിച്ച് ആ ഒരു മുട്ടായി തൊലി പോലും ആ പിള്ളേർക്ക് നീ ഒന്നും പേടിച്ച് കൊടുക്കൂലെന്നാണ് സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞതെന്നാണ്. പിന്നെ അത് നോക്കണ്ട, അത് കിട്ടില്ല. എല്ലാത്തിനും ഒറ്റയ്ക്ക് തന്നെ വേണ്ട ഓടാൻ വേണ്ടി അല്ലേ? നീതി എങ്ങൊന്നും കിട്ടുന്നില്ല. എങ്ങൊന്നും നീതിയില്ല. അന്നൊക്കെ ഭയങ്കര ഓഫർ അല്ലായിരുന്നു കുഞ്ഞുങ്ങളെ നോക്കാൻ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു എല്ലാവരും. ഇപ്പം ആരുമില്ല. ഈ വീട്ടിൽ രാകേഷും കുഞ്ഞുങ്ങളും മാത്രം അല്ലേ? ഇനി എങ്ങനെ മുന്നോട്ടുള്ള ജീവിതം? എങ്ങനെ ഒരു ജോലി ഇല്ലാതൊക്കെ ജീവിക്കാൻ വലിയ പാടല്ലേ? ഇവരെ നോക്കണ്ട, പഠിപ്പിക്കണ്ടേക്കെ ഇനി? ഇവരാണ് മുമ്പിൽ ഒരു വഴിയില്ല. എനിക്ക് ഇത്രയേ ഉള്ളൂ മാർഗം. അല്ലെങ്കിൽ വയസ്സ് കൂടുന്നതും ചിലവ് കൂടുമല്ലേ? ചിലവ് കൂടുകയാണ്. ഇപ്പം തന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളുമായിട്ട് നല്ല ചിലവ് പോകുന്നുണ്ട് കൊച്ചുങ്ങൾക്ക് തന്നെ. ഞാൻ അവരൊക്കെ ഉള്ള നല്ല ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ അതൊക്കെ അവരച്ഛനും അമ്മ ഉള്ളപ്പോൾ എന്തും മേടിച്ച് കൊടുക്കുമായിരുന്നു. അവർ നല്ലപോലെ കഷ്ടപ്പെട്ട് തന്നെ എടുത്ത് കൊച്ചുങ്ങളെ നോക്കി മേടിച്ചു കൊടുക്കാൻ എനിക്ക് പൈസ ഇല്ലാതെ ജോലി ഇല്ലാതെ പോയപ്പം ഇതൊക്കെയാണ്. ഇപ്പം എന്തായാലും രണ്ടും കളിപ്പിച്ച് ഇറങ്ങിയേക്കും ഇനിയല്ലേ? ഒരു ഈ ജീവിതം അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ലേ? അവർക്ക് വേണ്ടി മാത്രമേ ഇനി ജീവിക്കുന്നു. അല്ലാതെ വേറെ ജീവിതം എനിക്കില്ല. അത് ഞാൻ ഉറപ്പിച്ചതാണ്. ഇടം വരെ പോകുന്ന നോക്കും. നീതി ആരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. അത് തന്നെയാണ് നമുക്കുള്ളത്. അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനമായിരുന്നു. ഇപ്പം കൊന്നവർ പോലും ആരാണെന്ന് അറിയാത്ത അവസ്ഥയിലാണ് നമ്മളായിട്ട്. ഇപ്പോൾ ഒരാൾ മാത്രമേ പ്രതിയുള്ളെന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് പോലും ചാർജ് ഷീറ്റ് കൊടുക്കുക, അതിൻ്റെ MST ക്ലെയിം ചെയ്യാനുള്ള അതിൻ്റെ ഒരു പേപ്പറുകളോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. ഇല്ല, അന്നൊക്കെ ഒരുപാട് സംഘടനകൾ മറ്റേതൊക്കെ ഭയങ്കര ബഹളമല്ലായിരുന്നോ? നീതി വേണം മറ്റേ. ഇപ്പോൾ ആരും കാണുന്നില്ല. ഇപ്പം അമ്മാവനും മക്കളും മാത്രം. ഇവിടെ വന്നപ്പോഴും നമ്മൾ ഈ അവസ്ഥ അറിയുന്നത്. ഈ വീട്ടിൽ 2 കുഞ്ഞുങ്ങളെ നോക്കി സ്വന്തം ജോലി പോലും കളഞ്ഞ് ഇവിടെ നിൽക്കുക അല്ലേ? മുന്നോട്ട് എങ്ങനെ ജീവിക്കുന്നുള്ള ഭയങ്കര പേടി. ഇപ്പം ഈ പോക്കിൽ എത്ര രൂപ ഉണ്ട് കയ്യിൽ? 15 രൂപ കണ്ട. ഇവർക്ക് ആഹാരം ചിലവില്ല, വസ്ത്രങ്ങളെല്ലാം മേടിച്ച് കൊടുക്കണ്ടേ? അവരൊക്കെ ചിലവ് നല്ലപോലെ ഉണ്ട്. വസ്ത്രമെല്ലാം പഠിപ്പിക്കേണ്ട ചിലവുണ്ട്. എല്ലാം എന്ത് പറയണമെന്ന് പോലും ഇപ്പോൾ പയ്യാട്ടെ പറഞ്ഞു മടുത്ത്. നമ്മൾ എല്ലാവരുടെ കിടന്ന് അപേക്ഷിച്ച് കാല് പിടിച്ചു. ആരും ഇപ്പോൾ അത് കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവർ സഹായിക്കും. കാര്യം നിങ്ങളുടെ അവസ്ഥ ജനങ്ങളിലേക്ക് എത്തണം. കാര്യം പണ്ടത്തെ ആ വാർത്ത എല്ലാം പോയപ്പോൾ എല്ലാം മറന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വന്നത്. വാർത്ത പോയപ്പോൾ എല്ലാവരും പോയി. പിന്നെ ഇവിടെ ആരും ഇല്ലാതെ. അതൊരു ചെറുപ്പക്കാരൻ ഭയങ്കരമായിട്ട് സഹിക്കുമല്ലേ? ജീവിതം പോലും കളഞ്ഞ് കല്യാണം പോലും കഴിക്കാതെ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ആരും മനസ്സിലാക്കണമല്ലോ. ഇനി ഒരു പെണ്ണ് കിട്ടി ആ കുഞ്ഞുങ്ങളെ നോക്കുന്നുള്ള വന്നാലോ താല്പര്യം ഉണ്ടാകുമോ? അങ്ങനെ ആരും വരൂല്ലല്ലോ. ചെറുപ്രായത്തിൽ അങ്ങനെ ആരും വരൂല. അതുകൊണ്ട് വേണ്ടത് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഞാൻ മരക്കെന്ന് പറയാൻ കൊച്ചുങ്ങളെ എങ്ങനെയെങ്കിലും നോക്കും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അവരെ നോക്കട്ടെ.